അമ്മ ആ സുലൈമ ആള് ശരിയല്ലമ്മ. അവൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ MD ആക്കാന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ രമണ മിസ്സ. അമ്മ ഒട്ടകത്തിനെ മേക്കലും ഒട്ടകത്തിനെ കറക്കലും. ഓ ഞാൻ ഒരു ഒട്ടകത്തിനെ കറക്കാൻ വേണ്ടി ഒരു വീട്ടിന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു. ഓ ഞാൻ അങ്ങോട്ട് വിളിക്കാം അമ്മ. ആരും ഇല്ലേ ഇവിടെ? ആരും ഇല്ലേ? പത്മനാഭൻ മന്നത്ത് പത്മനാഭ. അത് ഞാൻ പുസ്തകത്തിൽ പണ്ട് വായിച്ചിട്ടേ ഉള്ളു. അതല്ല കറവയ്ക്ക് വന്ന പപ്പനാവൻ. അല്ല എന്റെ ദൈവമേ, എന്റെ വിസയുടെ കാശ് പോയി. ഈ നശിച്ച പൂച്ച എന്നെ കൊണ്ടേ പോവുള്ളൂ. യോ മലയാളം പറയുന്ന അളവച്ചി. നാട്ടിലെവിടാ? തിരുവനന്തപുരത്താ, കൊച്ചിയില്ല? അവിടെയൊന്നും അല്ല. പിന്നെ ഞാൻ ജനിച്ചതും വളർന്നതും തുഫായില്. ഈ പുറത്ത് കിടക്കുന്ന തുഫായി എടുത്ത് മാറ്റിട്ട് അകത്ത് കിടക്കുന്ന ഇന്ത്യ ഒന്ന് കാണിക്കോ. ഇവിടെ നിനക്ക് എന്തിന്റെ കുഴപ്പമാണ് ഇറക്കാവിടുന്ന്? യോ ഉച്ചക്കട ഓമന ചേച്ചി, നിങ്ങൾ അന്ന് കിസാബിന്റെ ലോൺ എടുത്ത് എന്റെ പൈസയും പഠിച്ചോണ്ട് അന്ന് അവിടുന്ന് പോയതാണ്. ഞാൻ ആ പശുവിനെ കറന്ന് എത്ര പ്രാവശ്യമാണ് ആ പൈസ അടച്ച് തീർത്തെന്ന് അറിയാവോ? എടാ നിന്റെ പൈസയും കൂടെ ഞാൻ നിന്നെ നോക്കാൻ വന്നായിരുന്നു. അന്നേരല്ല അറബി എന്നെ ഇവിടെ പാചകത്തിന് വിളിക്കണത്. ഇപ്പൊ ഞാൻ അറബിയുടെ 5ാമത്തെ ഭാര്യയാണ്. എന്റെ മീൻകറിയിലല്ലേ അറബി വീണത്. എന്നിട്ട് എപ്പ കഴുകി കുളിപ്പിച്ച് മാപ്പിളയാക്കി? മാപ്പിളാക്കിയെന്നാ? എടാ അതല്ല, ഞാൻ നന്നായിട്ട് കറിയൊക്കെ വയ്ക്കുമെന്നാണ് പറഞ്ഞത്. എടാ പിന്നെ നാട്ടിൽ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങൾ? നല്ല വിശേഷം. നിങ്ങളെ ഒരേ ഒരു ഭർത്താവില്ലേ, പുള്ളി സൂയിസൈഡ് ചെയ്ത്. നല്ല കാര്യം. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് 10 പൈസ ഉണ്ടാക്കുന്നുള്ളൂ. എനിക്ക് അത് അറിഞ്ഞാൽ മതി. ആരോട് പറയാ? പുള്ളി മരിച്ചുപോയെന്ന്. നാട്ടിലാണെങ്കിൽ ഒരു മരണം നടന്ന എന്തെല്ലാം ബഹളമാണ്. ടാർപ്പ് വലിച്ചു കിടക്കാം, കസേര പറക്കി കിടക്കാം, പിന്നെ 16 ഇഡ്ഡലിയും സാമ്പാറും വിളമ്പക്കാം. ഇത് 2 അത്ഭുതം തീർന്നു. നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്കാതെ എന്റെ പൈസ താപണം പിള്ളേ. എന്നെ അത്രയും പറ്റിച്ചിട്ട് എന്റെ അടുത്തല്ലേ നിന്റെ തള്ള രാവിലെ 8 മണിക്ക് അണ്ടി ഓഫീസിൽ പോണ സമയത്ത് പതുക്കെ പറ. ഇങ്ങോട്ട് വരാനുള്ള ഇന്റർവ്യൂ സമയത്ത് ഞാൻ പറഞ്ഞത് എന്റെ അമ്മ വില്ലേജ് ഓഫീസർ എന്നാണ്. എല്ലാ വില്ലേജ് ഓഫീസർ അണ്ടി തല്ലാൻ പോണ സമയത്ത് പഴയത് പറഞ്ഞാൽ മതി. എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. അന്ന് നീ ചെറുത് എന്റെ കണ്ടെന്ന് തെറ്റിക്കഴിഞ്ഞാൽ നീ എഴിഞ്ഞ് കോഴിക്കൂട്ടനകത്തോട് കയറി ചെല്ലും. എന്നിട്ട് കോഴിത്തിട്ടമാരി തിന്നു. ഞാൻ ഇനിയിപ്പോ ഇവിടുന്ന് പോയിട്ട് വേണം എന്റെ കല്യാണം കഴിക്കാനുള്ളത്. നീ എങ്ങോട്ട് പോണത്? ഞാൻ പോകാൻ പോണു. നീ അന്യ നാട്ടിൽ ഇവിടെ ജോലി ചെയ്യാൻ വന്നത് തന്നെ. എടാ നീ അകത്ത് ഇതാ ഈ ഒട്ടകത്തിനെ തൊഴുത്തി കയറാനോ കറന്ന് വല്ല പൈസ ഉണ്ടാക്കണം. ഒട്ടകത്തിന് കറന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും? രൂപയാ? എടാ ഇവിടെ അങ്ങനെ രൂപയൊന്നും ഇല്ല. നീ ഒട്ടകത്തിനെ കറന്നു കഴിഞ്ഞാ അപ്പൊ തന്നെ ദിർഹം നിന്റെ പേരിലാവും. എന്റെ പൊന്നെ, ഇനി അതും കൂടെ എന്റെ തലയുള്ള ആള്. എന്തോന്ന്? ഒട്ടകത്തിന് കറന്നു കഴിഞ്ഞാൽ ഒട്ടകത്തിന്റെ ഗർഭം എന്റെ പേരിലാവും പറഞ്ഞു. എടാ ഗർഭമല്ല, പിന്നെ ദിർഹം. അതാണ് ഇവിടുത്തെ പൈസ. അത് ശരി. നിനക്ക് കറവയൊക്കെ അറിയാവോടാ? കറവ അറിയാവുന്ന നമ്മുടെ നാട്ടിലെ പീതാംബരം മുതലാളി വിളിച്ചു ചോദിച്ചാണ്. മുതലാളി ഒരു തടിമാടം പശുവിനെ അടിച്ചോണ്ട് വന്നു. എന്നിട്ട് ഒരാളെ കറക്കയപ്പിച്ച്. പുള്ളി കറന്നപ്പോ 1 ലിറ്റർ പാലേ ഉള്ളൂ. അങ്ങനെ പുള്ളിയെ മാറ്റിട്ട് എന്നെ കറക്കയപ്പിച്ച്. ഫസ്റ്റ് ദിവസം ഞാൻ തന്ന് കറന്നപ്പോ എത്രയെന്നറിയാവോ? 10 ലിറ്റർ പാല്. 10 ലിറ്റർ പാല്. രണ്ടാമത്തെ ദിവസം 20 ലിറ്റർ പാല്. മൂന്നാമത്തെ ദിവസം ഞാൻ അകത്ത്. അയ്യോ അതെന്ത്? പശുവിന്റെ അകട് വലിച്ച് താഴെ ഇട്ടെന്നും പറഞ്ഞു. എടാ എന്തോന്ന് വേഷം? എന്തോന്ന് വേഷം? എടാ ഈ വേഷത്താണ് നീ ഇവിടെ ഗൾഫിൽ ജോലി ചെയ്യാൻ വന്നേക്കോ. എടാ ഇതെങ്ങനെ അറബി കണ്ടോണ്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ അങ്ങനെ ചാട്ടവാറിനടിക്കും, അറിയാവോ? തന്നെ വിഷയം ഉണ്ടായി. എടാ അറബി പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ വന്നിട്ടുമില്ല, നിങ്ങളെ കണ്ടിട്ടുമില്ല. എന്റെ പൊന്നു ചേച്ചി, എന്റെ പൊന്നെ. അയ്യോ അയ്യോ, എന്റെ ഒട്ടകം കടിച്ചേ. നീ എന്താണ് ഇതിനകത്തോട്ട് കയറി ചാടിയത്? എന്റെ ഒട്ടകം കടിച്ചത്. എടാ നമ്മുടെ നാട്ടിലെ നമ്മുടെ മാധവ മാമ മരിച്ചു പോയായിരുന്നല്ലേ? കടിക്കണ മരിച്ചുപോയ മാധവ മാമ നിന്നെ എന്തിനാ കടിക്കണത്? അതല്ലെന്ന് ഒട്ടകം കടിക്കണം തന്നെ. അയ്യോ അമ്മ വിളിക്കുന്നു. അമ്മ പറ അമ്മ. എന്തോന്ന്? ചിങ്ങത്തിൽ കല്യാണം? ഇനിയിപ്പോ കല്യാണം നോക്കിയിട്ട് ഒരു കാര്യമില്ലമ്മ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാവോ? അറബി ഒട്ടകവും പിന്നെ ഈ ഓമനെ പത്മനാഭ.